വളകാപ്പ് ഷോപ്പിംഗ് വീഡിയോ ആയാലോ? കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എൻ്റെ വീട്ടിൽ പൊതുവെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചടങ്ങേ ഉള്ളൂ, പ്രസവം. അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. സീമന്തും വളകാപ്പും കൂട്ടിക്കൊണ്ടുപോകലൊന്നും ഇവിടെ അങ്ങനെ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ എനിക്കൊരു സീമന്തം പരിപാടി നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ഒപ്പം നടത്താൻ ചെറിയൊരാഗ്രഹം. നാട്ടിൽ വന്നതിന് ശേഷമായിരുന്നു കംപ്ലീറ്റ് പ്ലാനിങ്. കുറച്ച് ഓടിയിട്ടാണെങ്കിലും എൻ്റെ മനസ്സിലുള്ളതുപോലെ ഒരു പ്രകൃതി രമണീയമായ ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇന്നത്തെ ആദ്യത്തെ പരിപാടിയും ഇവിടെ എങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാന്നുള്ളതായിരുന്നു. ആവശ്യത്തിലേറെ ഭംഗി ഈ ഒരു സ്ഥലത്തിനുള്ളതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ഡെക്കറേഷൻ. അതൊന്നും മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഡിസ്കഷൻ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ആമീന മ്യൂറൽ പെയിന്റിംഗ് ക്ലാസ് നിന്ന് പിക്ക് ചെയ്ത് ലഞ്ച് കഴിക്കാനാണ്. ഇനി കുറച്ചേരം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. സത്യം പറഞ്ഞാൽ ഒരുപാട് ഷോപ്പിംഗ് ബാക്കിയുണ്ട്. പക്ഷേ ഈ ഉച്ചക്കത്തെ വെയിലിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ നമ്മളൊന്ന് വെന്തു പോവും. ഒരു ചായയൊക്കെ കുടിച്ച് വെയിലക്കാറി മെല്ലെ ഇറങ്ങാം. ഇങ്ങനൊരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴേ ആ ഒരു ദിവസത്തിനേക്കാൾ രസമാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. ലാസ്റ്റ് എൻ്റെ വീട്ടിലുണ്ടായ വലിയൊരു ഫംഗ്ഷൻ എൻ്റെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു പരിപാടി. ഇത് പക്ഷെ കല്യാണം പോലെ വലിയ പരിപാടിയൊന്നുമല്ല, ഒരു ചെറിയ പരിപാടിയാണ്. സാരിയും മേക്കപ്പും ഓർണമെന്റ്സും ഒക്കെ ഒരു മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ മനസ്സിലുള്ള ഒരു പിക്ചറിലോട്ട് ഒത്തൊരു സാധനങ്ങളൊന്നും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. ഇപ്പം നമ്മളുള്ള ഷോപ്പിലൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അടുത്ത കടയിൽ കിട്ടുമെന്നുള്ളൊരു കൺഫ്യൂഷനും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കില്ലേ. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലെ ഫാൻസി ഷോപ്പ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ കിട്ടി, ബാക്കിയൊന്നും കിട്ടിയില്ല. ഇന്ന് എന്തായാലും രാത്രിയായ സ്ഥിതിക്ക് ബാക്കി ഷോപ്പിംഗ് ഇനി നാളെ ആവാം.